അൽഹംദുലില്ലാഹ്. യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ്, ജിന്നുകളെ ഇൻസുകളെ, അള്ളാഹുവിന്റെ ലോകം ഇതാണ്. ഇതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഓടി രക്ഷപ്പെടാൻ കഴിയില്ല. അല്ലാമ ഇബ്നു കസീർ തങ്ങൾ കൊടുത്തിട്ടുള്ള ആയത്തിന് തഫ്സീർ ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ്. ബഹുമാനപ്പെട്ടവരെ പറയാണ്, ലാ തസ്തതിഊന ഹറബൻ മിൻ അംരില്ലാഹി വഖദരിഹി. ഇബ്നു കസീർ തങ്ങളുടെ തഫ്സീർ അങ്ങനെ കൊടുക്കുക, അള്ളാഹുവിന്റെ ഖദറിൽ നിന്നോ ഖളാഇൽ നിന്നോ ഈ പ്രപഞ്ചത്തിൽ നിന്ന് രക്ഷപ്പെട്ടു ഓടാൻ നിങ്ങളെ കൊണ്ട് കഴിയൂല. അള്ളാഹു നിങ്ങളെ പിടിച്ചു വെച്ചാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയൂല. അതതിന്റെ അർത്ഥം തന്നെയാണ്, അതിന് ഒരു തെറ്റുമില്ല. അങ്ങനെ തന്നെയല്ലേ ആശയം? അള്ളാഹുവിന്റെ തീരുമാനത്തിൽ നിന്ന്, അള്ളാഹുവിന്റെ കഴിവിന്റെ പരിധിയിൽ നിന്ന് ഒരിക്കലും നിങ്ങൾക്ക് ഓടി രക്ഷപ്പെടാൻ കഴിയൂല. നുഹാസും ശുവാദും മിൻ നാർ എന്നൊക്കെ പറഞ്ഞാൽ തീയുണ്ട്, കോപ്പറുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ, ഈ കോപ്പർ നുഹാസ് എന്ന് പറഞ്ഞ വാക്കിന് മുഫസ്സിരീങ്ങളിൽ മുൻഗാമികൾ കൊടുത്തിട്ടുള്ള അർത്ഥം, അതിന് കൊടുത്തിട്ടുള്ള അർത്ഥവും നുഹാസ് എന്ന് പറഞ്ഞാൽ ഹുവ ദുഖാൻ അല്ലദീ ലാ ലഹബ മഅഹു, തീജ്വാലയില്ലാത്ത കറുത്ത പുകകൾ എന്നാണ് നുഹാസിന്റെ ഒരർത്ഥം. അതാ. പക്ഷെ നുഹാസിന്റെ പ്രത്യക്ഷമായ അർത്ഥം ചെമ്പ് എന്ന് പറയുന്ന ആ എലമെന്റ് ആണ്, ആ മൂലകമാണ്. ഇൻഷാ അല്ലാഹ് അതാണ് ഈ ഭൗതിക പ്രപഞ്ചത്തിലെ സംവിധാനങ്ങളെ കുറിച്ച് ആലോചിച്ചാൽ ഇൻഷാ അല്ലാഹ്, കാരണം അല്ലാഹു തആല മഹ്ശറായിലും നരകത്തിലുമുള്ള ശിക്ഷയെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്, ഭൂമിയെ കുറിച്ചാണ്. നരകത്തിലുള്ള ശിക്ഷയിൽ തീയുണ്ട്, നുഹാസുണ്ട്, അവിടെ ഇരുമ്പുണ്ട്, ഉരുക്കി ഒഴുക്കുന്നുണ്ട്, ഇതൊക്കെ ഉണ്ട്. ആദനല്ലാഹു മിൻഹ, അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അങ്ങനെയും ഇതിന് അർത്ഥം കൊടുത്തിട്ടുണ്ട് മുഫസ്സിരീങ്ങൾ. കാരണം ആകാശലോകത്ത് ചെമ്പിന്റെ അംശങ്ങൾ അന്തരീക്ഷത്തിൽ സ്പേസിൽ കടക്കുന്നുണ്ട് എന്നൊന്നും കണ്ടെത്താനുള്ള സംവിധാനങ്ങളൊന്നും ഒന്നായിട്ടില്ല. അതുകൊണ്ട് അത് അങ്ങനെ അർത്ഥം വെക്കാൻ കാരണം. സുബ്ഹാനല്ലാഹ്. യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ്, ജിന്നുകളെ ഇൻസുകളെ. അല്ലാഹു തആല ഇവിടെ പറയുന്ന വിഷയം ഒന്ന്, ഇനിസ്തതഅതും അൻ തൻഫുദൂ മിൻ അഖ്താരിസ് സമാവാതി വൽ അർദ്. രണ്ട് വാക്കാ, സമാവാതി വൽ അർദ്. ഭൂമിയുടെയും ആകാശ ലോകത്തെ മറ്റു ഗോളങ്ങളുടെയും അതിന്റെ റേഡിയസ്, അതിന്റെ ഒരറ്റത്ത് നിന്ന് മറ്ററ്റത്തേക്ക് മുറിച്ചു കടന്ന് അപ്പുറം കടക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ? ഒന്നാം ആകാശത്തെ കുറിച്ചാണ് കേട്ടോ ചർച്ച. രണ്ടാം ആകാശം ഭൂമിയിൽ നിന്ന് ഒന്നിലേക്കുള്ള ദൂരമാണ്, ഒന്നിന്ന് രണ്ടിലേക്കുള്ള ദൂരം, രണ്ടിന്ന് മൂന്നിലേക്ക്. ഇതൊക്കെ ആലോചിച്ചാൽ നമ്മൾ ഈ 2 സെന്റ് ഭൂമിക്ക് വേണ്ടി തർക്കം കൊണ്ടുണ്ടല്ലോ, വലിയ ഉമ്മാനോടും പാപ്പാനോടും തെറ്റുന്നുണ്ടല്ലോ. എന്തിനാ പഠിച്ചോലെ ഞാൻ ഇതൊക്കെ കാട്ടണത്? ഈ ഒരു ചെറിയ ലോകത്തെ 2 സെന്റ് ഭൂമിക്ക് അള്ളാഹുവിന്റെ ശിക്ഷ വാങ്ങത്തക്ക രീതിയിൽ എന്തിനാ ഞാൻ ഈ തട്ടിപ്പ് ഉണ്ടാക്കി? ആ ആധാരമൊക്കെ എന്തിനാ വെറുതെ കള്ളപ്പ് വാങ്ങിച്ചുണ്ടാക്കിയതോടെ? ഇതൊക്കെ നാളെ അവിടെ ചെല്ലു. ഭയങ്കര ഇവിടെ നിന്ന് ആലോചിച്ച് തന്നെ സങ്കടമായി പോകും. എന്തൊരു വലിയ ലോകത്താണ് നമ്മൾ. അതിന്റെ ഏറ്റവും ചെറിയൊരു മൂലയിലാണ് നമ്മൾ ഈ കളിക്കുന്നത്, വളരെ ചെറിയൊരു സ്ഥലത്ത്. എന്നിട്ട് നമുക്കുണ്ട് മതി വരണ്ടേ, ആ മണ്ണ് മുഴുവൻ കണ്ട് തിന്നാനാ പൂതി അല്ലേ? 2 സെന്റ് ഭൂമി എന്നൊക്കെ പറഞ്ഞാൽ അതിനാണ് ആകെ ഉമ്മായും വാപ്പയും സ്വർഗാണെന്ന് പറഞ്ഞ അവരോടൊക്കെ തെറ്റാൻ കാരണം പിന്നെ ഇതേ വരുള്ളൂ അല്ലേ? 2 സെന്റ് ഭൂമിക്ക്. സുബ്ഹാനല്ലാഹ്. ഉസ്താദ് 2 സെന്റ് അല്ല 50 സെന്റ് എന്റെ ഉമ്മ ഏട്ടർ എഴുതി കൊടുത്തതെന്ന് നിങ്ങൾക്ക് പറയണം. അത് 50 സെന്റ് ആയാലും ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തെ പടച്ച ഇതൊക്കെ മനസ്സിലാക്കാൻ അല്ലാഹു തആല ഇങ്ങനെ ചെറിയ ഈ വളരെ മോശമായ സ്വഭാവങ്ങൾ നിങ്ങൾക്ക് വരണ്ട. ഈ ലോകം ഇങ്ങനെയാണ്. ഇതൊക്കെ കാണുമ്പോൾ മനസ്സിനൊരു വിശാലത വരും, ഭയങ്കരമായിട്ട് നമ്മുടെ വീക്ഷണങ്ങൾ മാറും. സുബ്ഹാനല്ലാഹ്. അതിൽ നമുക്ക് ഭയങ്കര മനസ്സമാധാനം കിട്ടും, അല്ലാഹു തആലയോട് അടുക്കാൻ പറ്റും. ഈ മെറ്റീരിയൽ ലോകത്തോടുള്ള കെട്ടിപ്പിടുത്തം ഒഴിവായി കിട്ടും. ജീവിക്കാൻ ഭൂമി വേണം, സ്ഥലമൊക്കെ വേണം, പക്ഷെ അതെന്റെ ജീവിത ലക്ഷ്യം, അതിനു വേണ്ടി ഞാൻ ആകെ ജീവിക്കണം, അങ്ങനെയൊന്നുമല്ല. അത് ഹലാലായിട്ട് കിട്ടണമൊക്കെ എടുത്തോളി, എന്ത് ചെയ്യണ്ട, അതിൽ കടിച്ചു വീഴണ്ട. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമുക്ക് ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായ കിഫായത്തൊക്കെ അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. ഭൂമിയെ മുറിച്ചു കടക്കാൻ കഴിയുമോ എന്നതാണ് ഒന്നാമത്തെ ചാലഞ്ച്. ഇനി ഭൂമിയെ ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക്, ഭൂമി അളക്കണല്ലോ, എത്രയൊക്കെ തുളച്ചു കയറേണ്ട സ്ഥലം എത്രയാ? ഈസ്റ്റിൽ നിന്ന് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ഭൂമി അങ്ങോട്ട് അളന്നാൽ 12,756 കിലോമീറ്റർ സഞ്ചരിക്കണം. കിഴക്കുന്ന് പടിഞ്ഞാറേ അറ്റത്തേക്ക് നടക്കണമെങ്കിൽ 12,756 കിലോമീറ്റർ അല്ലേ? പിന്നെ നമ്മുടെ പോളാർ റീജിയൻസ്, ആർട്ടിക് അന്റാർട്ടിക് റീജിയങ്ങളെ, 2 അറ്റങ്ങളെ, ഭൂമിയുടെ ഏറ്റവും തണുത്തുറച്ച 6 മാസത്തോളം പകലും 6 മാസം രാത്രിയും അനുഭവപ്പെടുന്ന പ്രദേശങ്ങളുണ്ട്. ഭൂമിയുടെ അൽ ജാനിബുൽ ഖുത്ബി, ഭൂമിയുടെ പോളാർ റീജിയൻസ്. അവിടെ നിന്ന് മേലെന്ന് താഴത്തേക്ക് എന്ന് പറഞ്ഞാൽ നോർത്ത് നിന്ന് സൗത്തിലേക്ക് ഒരു വര വരച്ചാൽ അതിന്റെ ദൂരം 12,713. മറ്റേത്
12756. ഒരു കുറച്ച് ഒരു 19 കിലോമീറ്റർ 40 കിലോമീറ്ററിന്റെ വ്യത്യാസമുണ്ട്. സുബ്ഹാനല്ലാഹ്. അത് നമ്മുടെ പരപ്പ് കൂടുതലാണ്, നമ്മുടെ സൗത്തിൽ നിന്നും നോർത്തിലേക്കുള്ള ഭാഗം ഇച്ചിരി കുറവ്. അതുകൊണ്ട് ഭൂമി ഒരു ബോൾ പോലെയല്ല എന്ന് പറയാൻ, സെമിസ്ഫെറിക്കാണ്, പച്ചയിൽ ഒരു പന്ത് പോലെയല്ല, ഒരു ഒട്ടകപ്പക്ഷിയുടെ മുട്ട പോലെയാണ് എന്ന് പറയാൻ കാരണം അതൊരു മുട്ടയുടെ ഷേപ്പിലാണ്. സുബ്ഹാനല്ലാഹ്. ഈ ഒരു ദൂരം മുറിച്ചു കടക്കാൻ കഴിയുമോ എന്നാണ് അള്ളാഹുവിന്റെ ആദ്യത്തെ ചാലഞ്ച്. മിൻ അഖ്താ. ഖത്തർ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ റേഡിയസ്, ഭൂമിയുടെ ആരം. ഒരു ഭൂമിയുടെ സെന്ററിനെ ലക്ഷ്യമാക്കി ഭൂമിയുടെ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് തുളച്ചു കയറാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ? കുഴൽക്കിണർ കുഴിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അല്ലേ? കുഴൽക്കിണർ ഇപ്പൊ എത്ര കുഴിക്കണേ? എത്ര കുഴൽക്കിണർ? 1 കിലോമീറ്റർ ഒക്കെ കുഴിക്കോ? വളരെ റയർ കേസുകളിലൊക്കെ അത്രയും പൈസ കൊടുക്കാണ്ടെങ്കിൽ അല്ലേ? ഇന്ന് ഭൂമിയെ തുളച്ചു കയറാനുള്ള ഒരുപാട് മെഷീൻ കണ്ടെത്തിയിട്ടുണ്ട്. ജീവന്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ചുള്ള ഒരു തുളക്കം നടന്നിട്ടുണ്ട് അടുത്ത കാലത്ത് അല്ലേ? മാക്സിമം മനുഷ്യന് ഇതുവരെ തുളക്കാൻ പറ്റിയത് 14 കിലോമീറ്റർ ആണ്. ഭൂമിന്റെ ഒരു മേലെന്ന് അടിയിലേക്ക് ഉള്ളിലേക്ക് തുളക്കാൻ പറ്റിയത് എത്രയാ? 14 കിലോമീറ്റർ. അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. അതിനുള്ളിലേക്ക് ചെല്ലും തോറും ഭൂമിയിൽ ചൂട് കൂടുകയാണ്, ടെമ്പറേച്ചർ കൂടുതലാണ്. ഈ തുളക്കുന്ന മെഷീൻ പോലും ഉരുകിപ്പോവും. അതുകൊണ്ട് ഉള്ളിലേക്ക് കടക്കാൻ പറ്റണില്ല. 14 കിലോമീറ്റർ. എത്ര പോണം ശരിക്കും പോവാണെങ്കിൽ? 12756 കിലോമീറ്ററിൽ എത്രയാ തുളന്നത്? 14 കിലോമീറ്റർ. എത്ര വേണം? 12,000 ഇനി പോവാനാ. 12,756 തുളച്ചു കടന്ന് ഭൂമിയുടെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് കയറാൻ പറ്റുമോ? ഭൂമിന്റെ ഉള്ളിലേക്ക് പോകും തോറും തീയാണെന്നാണ്. എങ്ങനത്തെ തീ? സൂര്യന്റെ ഉപരിതലത്തിൽ കാണുന്ന തീയിന്റെ ചൂട്. സൂര്യന്റെ ഉപരിതലത്തിൽ ചൂടിന്റെ അവസ്ഥ എന്ന് പറയുന്നത് 6000 ഡിഗ്രി ചൂടിലാ സൂര്യന്റെ ഉപരിഭാഗം നിൽക്കുന്നത്. യാ അല്ലാഹ്, നമുക്ക് 30 ഡിഗ്രി ചൂട് സഹിക്കാൻ വയ്യ. 40-50 ആണെങ്കിൽ പിന്നെ ഇവിടെ നിന്ന് കെട്ടിട്ട് പോണോന്ന് ആലോചിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. 6000 ഡിഗ്രി ചൂടാണ് സൂര്യന്റെ പ്രതലഭാഗം. സൂര്യന്റെ ഉള്ളു കറുപ്പാണെന്ന്, ഇരുട്ടാണെന്നാണ്. സൂര്യന്റെ ഉൾഭാഗം ഇരുട്ടാണ്. അൾട്രാ വയലറ്റ് രശ്മികളും എക്സ്റേസും ഗാമാറേസും പ്രകാശമില്ലാത്ത രശ്മികളായതുകൊണ്ട് സൂര്യന്റെ ഉൾഭാഗം ഇരുട്ടാണ്, ലലാമാണ്. സൂര്യന്റെ പുറത്തെ ഈ വെളിച്ചമുള്ളൂ. സുബ്ഹാനല്ലാഹ്. ആ സൂര്യന്റെ ഏറ്റവും മുകളിലുള്ള ചൂട് 6000 ഡിഗ്രി ചൂടാണ്. സുബ്ഹാനല്ലാഹ്. ആ 6000 ഡിഗ്രി ചൂടാണ് ഭൂമിന്റെ മധ്യത്തിലുള്ളത്. അങ്ങനെ ഉരുണ്ടകോളാകുമ്പോൾ അതിന്റെ ഉള്ളിൽ കിടക്കുന്നത് 6000 ഡിഗ്രി ചൂടാണ്. 100 ഡിഗ്രി ചൂടിൽ തിളച്ചു മറിയില്ലേ നമ്മുടെ കഞ്ഞിയും ചോറൊക്കെ? സുബ്ഹാനല്ലാഹ്. 6000 ഡിഗ്രി ചൂടിലേക്ക് തുളച്ചു കയറാനുള്ള മെഷീൻ മനുഷ്യനെ കൊണ്ട് കണ്ടെത്താൻ കഴിയില്ലെന്ന അള്ളാഹുവിന്റെ ചാലഞ്ച്. നിങ്ങളൊന്ന് തുളക്കീൻ, നിങ്ങൾ തുളച്ചു നോക്കി. നിങ്ങൾക്കതിന് കഴിയൂല. എന്റെ ഭൂമിയെ അങ്ങനെ ഒരു തുളച്ച് ഏതെങ്കിലും ഭൂമിയുടെ ഒരറ്റത്ത് നിന്ന് മറ്ററ്റത്തേക്ക്, കിഴക്കുന്ന് പടിഞ്ഞാറോട്ടോ, നോർത്തിൽ നിന്ന് കിഴക്കുന്ന് പടിഞ്ഞാറ്, വടക്ക് നിന്ന് തെക്കോട്ടോ നിങ്ങൾക്കതിനെ തുളക്കാൻ പറ്റുമോ? നിങ്ങളൊന്ന് നോക്കി. കഴിയില്ല. 14 കിലോമീറ്റർ തുളച്ചു എന്ന് പറഞ്ഞാൽ 0.2% ആയിട്ടുള്ളൂ. 1% തുറന്നിട്ടില്ല. 0.2%. ഇതിനപ്പുറത്തേക്ക് കഴിയുന്നില്ല. ഇനി ഒരു 15 കിലോമീറ്റർ തുളന്നു നോക്കുക. ഇനി 20 കിലോമീറ്റർ ഭൂമിന്റെ ഉള്ളിലേക്ക് തിളച്ചു മറിയുന്ന ഈ തുളക്കണമെങ്കിൽ ഇരുമ്പ് വേണം. ഇരുമ്പ് കോപ്പർ ഉപയോഗിച്ചല്ലേ തുളക്കുന്നത്, അല്ലെങ്കിൽ അതുപോലെയുള്ള മെറ്റൽസ്. ഇതുപോലും ഉരുക്കിക്കളയുന്ന ചൂട ഭൂമിന്റെ ഉൾഭാഗം. നിങ്ങളെ കൊണ്ട് കഴിയില്ല. അല്ലാഹു തആല പറയാ ജിന്നുകളെ കഴിയില്ലെന്നാണ്. അതുകൊണ്ട് അല്ലാഹു തആല പറയുന്നത് ഭൂമിയിൽ നിങ്ങൾ അഹങ്കരിച്ചുകൊണ്ട് നടക്കരുത്. നെഞ്ചു വിരിച്ചിട്ട് ഇങ്ങനെ നടക്കല്ല, വളരെ വിനയാന്വിതനായിട്ട് നടക്ക്. ഭൂമിയെ തുളക്കാനോ പർവ്വതങ്ങളോളം ഉയരാനോ നിങ്ങളെ കൊണ്ട് കഴിയില്ല മനുഷ്യ. പർവ്വതങ്ങളെ പോലെ ഹൈറ്റുള്ളവൻ നിങ്ങളെ കൊണ്ട് കഴിയൂല. എന്താ അള്ളാഹുവിന്റെ മൗണ്ടൻസ്? ഒമാനിലേക്ക് ഒന്ന് പോയി നോക്കിയാൽ മതി. യാ അള്ളാഹ്, ഒമാനിലുണ്ട് കുറയാത്ത ഭാഗം, സീബല്ല എന്താണ് പറയാ, സൂർ. എന്താ പടച്ചോനെ മലകളുടെ ഒക്കെ വലുപ്പം. യാ അള്ളാഹ്, എന്തൊരു ഹൈറ്റുള്ള മലകളൊക്കെയാണ്. ചെറിയ കുന്ന്. മനുഷ്യന് നിങ്ങൾക്ക് പർവ്വതങ്ങളോളം ഉയരാനോ 2 സെന്റിമീറ്റർ ഒക്കെ ഹൈറ്റ് കൂടാനുള്ള മരുന്നും എക്സസൈസും ഒക്കെ ഉണ്ടാവും നിങ്ങളെടുത്ത് അല്ലേ? ഒരു 5 സെന്റിമീറ്റർ 10 തന്നെ കൂട്ടുക. അത്രയൊന്നും നടക്കണില്ല. സുബ്ഹാനല്ലാഹ്. പർവ്വതങ്ങളോളം ഉയരങ്ങളെ കൊണ്ട് കഴിയോ? ഇല്ല. ഞാനിപ്പോ നിൽക്കുന്നത് ഒരു സ്റ്റേജ്, ഇവിടെ ഒരു സ്റ്റെപ്പ് വെച്ചിട്ടാ നിൽക്കുന്നത്. ഒരാൾ കണ്ടു, പൊന്നാര ഉസ്താദ് നിങ്ങൾ വേദം പറയുമ്പോൾ കണ്ടപ്പോ നല്ല ഹൈറ്റുള്ള മനുഷ്യനാണ്. ഞാൻ പറഞ്ഞ അവിടെ പടുത്ത് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് കണ്ടപ്പോ അറിഞ്ഞില്ല. അപ്പൊ ഇതൊക്കെ ഒരു ചെറിയ തട്ടിപ്പല്ലേ?
നിങ്ങൾക്ക് കാണാൻ വേണ്ടി നീച്ചക്ക് എന്താണ് അയച്ചാൽ ഇസ്ലാമിക് സെന്ററിന്റെ ഈ റൂഫിനോളം വരെയൊക്കെ, പിന്നെ അള്ളാന്റെ പർവ്വതത്തിനോടൊക്കെ എന്താ അള്ളാഹു, നിങ്ങളെ കൊണ്ടത് കഴിയില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ ചെറുതാണെന്ന് മനസ്സിലാക്കി. അത്രയാണ് അള്ളാഹു പറയുന്നത്. ഭൂമിയെ തുളക്കാൻ പറ്റൂല. നോക്കണം, തുളക്കെന്ന് പറഞ്ഞാൽ ഭൂമിയെ തുളച്ചു കയറി മുറിച്ചു കടക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയൂല. കിണറുണ്ടാക്കാൻ പറ്റൂല എന്നല്ലേ പറഞ്ഞത്? നിങ്ങൾ ബോർവെൽ അടിച്ചോ, അതൊന്നല്ലേ പറഞ്ഞത്? ഭൂമിയെ, അതിന്റെ സർക്കംഫറൻസ്, അതിന്റെ ഒരറ്റത്ത് നിന്ന് മറ്ററ്റത്തേക്ക് തുളച്ചു കയറാൻ മനുഷ്യൻ നിന്നെ കൊണ്ട് കഴിയൂല. എന്ത് വലിയ മിഷനറി കണ്ടെത്തിക്കോ, കഴിയൂല. പർവ്വതങ്ങളോളം വലുതാവാനും നിന്നെ കൊണ്ടാവില്ലല്ലോ. ലാ തംശി ഫിൽ അർളി മറഹ, നെഞ്ചി വിരിച്ച് ഞാൻ തന്നെയാണ് എല്ലാം, അങ്ങനെ നീ നടക്കല്ല, വിനയാന്വിതനായിട്ട് നടക്ക്. കാന ജുല്ലു നദുരിഹി ഇലൽ അർള്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കുമ്പോൾ ധാരാളം ഭൂമിയിലേക്കായിരുന്നു അവർ നോക്കിയിരുന്നത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിക്ക് നോക്കി, നീ മേലേക്ക് നോക്കി നടക്കണ തന്നെ ഒരു തരം അഹങ്കാരത്തിന്റെ ചുവ വരുമ്പോഴാണെന്ന്. അപ്പോഴാണ് ഇങ്ങനെ കലക്ടർമാരൊക്കെ ചില ഏരിയ നോക്കാൻ വരുമ്പോഴൊക്കെ, മന്ത്രിമാരൊക്കെ വരുമ്പോഴല്ലോ ഇങ്ങനെ ഒരു നോട്ടം. ആ മൊത്തം എല്ലാം ഒറ്റ വീക്ഷണത്തിൽ കാണാം. അവരഹങ്കാരം ഉണ്ടായിട്ടെന്നല്ല ഞാൻ പറയണത്, ആ തരത്തിലുള്ളൊരു നടത്തുണ്ടാവും. അത് വേണ്ട, ഭൂമിയിലേക്ക് നോക്കി നടക്കുന്ന ജുല്ലു നദുരി, ഞാൻ മണ്ണെന്നാ വന്നത്, ഞാൻ മണ്ണിലേക്ക് പോകേണ്ട ആളാണ്. അപ്പോഴൊരു വിനയം വരും. അതാ ലാ തംശി ഫിൽ അർളി മറഹ, നീ നിസ്സാരനാണെന്ന് ആ ഒരു ഭാഗം കൂടെ മനസ്സിലാക്കി. ലഖദ് കറംനാ ബനി ആദം, മനുഷ്യരെ നാം ബഹുമാനിച്ചിട്ടുണ്ട് കേട്ടോ, അതിൽ സംശയമില്ല. പക്ഷേ യു ഹാവ് സർട്ടൻ ലിമിറ്റേഷൻസ്, യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. അല്ലേ, നിനക്ക് ചില പരിധികൾ അല്ലാഹു വെച്ചിട്ടുണ്ട്, അത് നീ മനസ്സിലാക്ക്. അല്ലാഹു സൂറത്തുൽ ഇസ്രായിൽ പറയുന്ന ഭാഗം അതാ, നിങ്ങൾക്ക് ഈ ഭൂമിയെ തുളക്കാൻ പറ്റൂല. നിങ്ങൾക്കല്ല കബോർഡ് കടിക്കുമ്പോൾ ആണിക തുളച്ച് കയറാന്നല്ലാതെ അള്ളാന്റെ ഭൂമിയെ തുളച്ചിട്ട് എത്തൂല. ലൻ എന്ന് പറഞ്ഞാൽ ഇംപോസിബിൾ, ഒരിക്കലും നിങ്ങൾക്ക് കഴിയില്ല എന്ന് പറയാനാണ് ലൻ എന്ന പ്രയോഗം. ഖുർആനെ പോലത്തെ ഒരു സൂറത്ത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയോ? ഇല്ലല്ലേ. 23 കൊല്ലം നിങ്ങൾ ശ്രമിച്ചില്ലേ എന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കെ? ഖുർആനെ പോലത്തെ കൊണ്ടുവരാൻ നോക്കിയിട്ട് കിട്ടിയോ? ഇല്ല. നിങ്ങൾ ഇതുവരെ ചെയ്തില്ലല്ലോ. you will never be able to do that. ഒരിക്കലും കഴിയൂല. അതാ ഖുർആൻ പറഞ്ഞത്. നിങ്ങൾ പരിശ്രമിച്ചോളൂ, ഖിയാമത്ത് നാൾ വരെ നോക്കിക്കോ, ഖുർആൻ പോലത്തെ ഒരു സൂറത്ത് കൊണ്ടുവരാൻ കഴിയൂല. ലൻ, ഇംപോസിബിൾ. ലൻ തഖ്രിഖൽ അർദ്, ഭൂമിയെ നിനക്ക് തുളക്കാൻ ഒരിക്കലും കഴിയൂല. അതിനാണ് ലൻ, ലാം നൂൻ. ലൻ എന്ന് പറഞ്ഞ വേർബ് പറഞ്ഞാൽ ഒരു ഫ്യൂച്ചർ ടെൻസാ പറയാ. ലൻ തഖ്രിഖ്, ലൻ തബ്ലുഗ്, കഴിയൂല. സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ മനുഷ്യന് ഇംപോസിബിൾ ആണ്, മനുഷ്യന് സാധ്യമല്ല. ഇനി അല്ലാഹു ചോദിക്കുന്നത്, ആകാശ ലോകത്ത് തുളച്ചു കയറാൻ കഴിയുമോ? ആകാശലോകത്ത് കയറിപ്പോകുന്നത് തന്നെ മറ്റൊരു അത്ഭുതമാണ്. ആകാശലോകത്തേക്കുള്ള യാത്ര, അതിനെ സംബന്ധിച്ച് ഖുർആൻ